ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇന്ന് തിരുവോണമാണ്. ചാങ്ങയിൽ തറവാട്ടിൽ രാജൻ മേനോൻ ചാരുകസേരയിൽ കിഴക്കോട്ട് നോക്കി ഇരിപ്പാണ്. താഴെ സുഭദ്രയമ്മയുണ്ട്. രണ്ടുപേരും ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞ് ചിരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിനൊരു കാരണമുണ്ട് കേട്ടോ. വിവാഹം കഴിച്ചുവിട്ട 3 പെൺമക്കളും വിദേശത്ത് ജോലി ചെയ്യുന്ന ആൺമക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇന്നുച്ച കഴിഞ്ഞ് ചാങ്ങയിൽ തറവാട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഓണം ആഘോഷിക്കുവാൻ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എത്തും. അതിൻ്റെ സന്തോഷത്തിലാണ് രാജൻ മേനോനും ഭാര്യയും. വന്നാൽ പിന്നെ 2-3 ദിവസം തറവാട്ടിൽ ഉത്സവം തന്നെയാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഒരു 10-25 പേര് കാണും. 50 പേരുണ്ടെങ്കിലും ചാങ്ങയിൽ തറവാട്ടിൽ മുറികൾക്ക് ക്ഷാമമോ ആഹാരത്തിന് ക്ഷാമമോ ഒന്നുമില്ല. ആഹാരം വെച്ചുണ്ടാക്കാൻ തന്നെ 2-3 വേലക്കാരികളുണ്ട്. അവർ അടുക്കളയിൽ തകൃതിയായി ജോലി തിരക്കിലാണ്. എല്ലാവർക്കും വെഞ്ചുണ്ടാക്കണ്ടേ. സുഭദ്രാമ്മ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് ഓടുന്നുമുണ്ട്. സമയം ഇഴഞ്ഞു നീങ്ങി. രാജൻ മേനോൻ അപ്പോഴേക്കും കിഴക്കോട്ട് നോക്കി ഒരേ ഇരിപ്പാണ്. തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒന്ന് കാണാൻ. എത്ര നാളെയായി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. കഴിഞ്ഞ വർഷം ഓണത്തിന് കണ്ടതാ. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്നപ്പോൾ കിഴക്ക് നിന്നും ഒരു കാർ വരുന്നത് കണ്ടു. രാജൻ മേനോൻ ചാടി എണീറ്റു. അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു, "എടി സുഭദ്രേ, അവരിങ്ങെത്തി." കാർ മുറ്റത്ത് വന്നു നിന്നു. രണ്ടാമത്തെ മകൻ സുഭാഷ് മേനോനും ഭാര്യയും കുട്ടികളും. സുഭാഷ് കാറിൽ നിന്നിറങ്ങി ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛന് സുഖമാണോ?" "സുഖമാടാ മക്കളെ, ബാ അകത്തോട്ട്." "ആരും വന്നില്ല, ഞങ്ങളാണോ ആദ്യം എത്തിയത്?" സുഭാഷിന്റെ ഭാര്യ വനജ ചോദിച്ചു. "ഇല്ല, ഇപ്പോൾ എല്ലാവരും ഇങ്ങെത്തും," മേനോൻ പറഞ്ഞു. കുട്ടികൾ അപ്പൂപ്പനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവർ അകത്തേക്കോടി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തറവാട്ടിൽ എത്തിച്ചേർന്നു. തറവാട് ഒരു ഉത്സവ തിമിർപ്പിലായി. കുട്ടികളൊക്കെ തൊടിയിൽ ഓടിക്കളിക്കുന്നു. നാത്തൂന്മാർ തമ്മിൽ വരാന്തയിൽ ഓരോരോ കൊച്ചു വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അളിയന്മാരെല്ലാം കൂടി 2 മൺകുണ്ണി അടിക്കുവാനുള്ള വട്ടം കൂട്ടൽ നടത്തുന്നു. ഇതിനിടയിൽ മേനോനും ഭാര്യയും സന്തോഷം കൊണ്ട് മതിമറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഓരോന്ന് ചെയ്യുകയാണ്. മേനോന്റെ ഇളയ മകന്റെ മകനാണ് ജിഷ്ണു. MBAക്ക് ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവനും ഓണം കൂടാൻ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അവനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. അവനൊരു കൊച്ചു വില്ലനാ, വിശേഷ സ്ത്രീ വിഷയത്തിൽ. അങ്ങനെ തിരുവോണമെല്ലാം മേനോനും മക്കളും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. രാത്രി 10 മണിയായി കാണും. ഓരോരുത്തർക്കും ഓരോ മുറിയുണ്ട്. അവരവരുടെ റൂമിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു. ഇളയ അപ്പച്ചി പറഞ്ഞു, "ജിഷ്ണു, ഇങ്ങി പോരടാ, നമ്മുടെ മുറിയിൽ ആള് കുറവല്ലേ, നമുക്ക് ഇവിടെ കിടക്കാം." ഇളയ അപ്പച്ചിയുടെ ഹസ്ബൻഡ് കുറച്ചുനാൾ മുമ്പ് മരിച്ചു പോയതാ. 2 ചെറിയ ആൺകുട്ടികളേ ഉള്ളൂ. ജിഷ്ണു പോയി അപ്പച്ചിയുടെ മുറിയിൽ കട്ടിലിൽ കിടന്നു. അപ്പച്ചിയും കുട്ടികളും കൂടി താഴെ കിടന്നു. സ്ഥലം മാറിക്കിടന്നതുകൊണ്ടാകാം ജിഷ്ണുവിന് ഉറക്കം വന്നില്ല. അവൻ ബാംഗ്ലൂരിൽ ഓരോ സ്ത്രീകളുമൊക്കെയായിട്ട് ചേക്കാറാൻ പോയതൊക്കെ ഓർമ്മിച്ചങ്ങനെ കിടന്നു. ഓരോന്നോർത്ത് കൈലിയുടെ അടിക്ക് അനക്കം വെച്ച് തുടങ്ങി. താഴെ അപ്പച്ചിയാണ് കിടക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാമായിരുന്നു, അവൻ ഓർത്തു. അവൻ തലപൊക്കി താഴെ കിടന്ന അപ്പച്ചിയെ ഒന്ന് നോക്കി. പുറത്തുള്ള ലൈറ്റിന്റെ നേരിയ വെളിച്ചം അകത്തും കിട്ടുന്നുണ്ട്. അപ്പച്ചി സുഖമായി ഉറങ്ങുകയാണ്. പക്ഷെ അപ്പച്ചിയുടെ നൈറ്റിയുടെ സ്ഥാനം തെറ്റിക്കിടക്കുന്നു. അവൻ ഒന്നേ നോക്കിയുള്ളൂ. എന്തു ചെയ്യും? അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി. അവൻ വീണ്ടും തലചരിച്ച് ഒന്നുകൂടി നോക്കി. വ്യക്തമായി കാണാൻ പറ്റിയില്ലെങ്കിലും അപ്പച്ചിയുടെ അരയ്ക്ക് താഴെ നഗ്നയാണെന്ന് മനസ്സിലായി. അവന് നിയന്ത്രണം വിടുമെന്ന് തോന്നി. അപ്പച്ചിയുടെ ഭർത്താവ് മരിച്ചതല്ലേ, അപ്പച്ചിക്കും കൊടുമ്പിരി കൊണ്ട് നിൽക്കുമായിരിക്കും. എന്തും വരട്ടെ എന്ന് കരുതി അവൻ മെല്ലെ അവൻ്റെ കൈ നീട്ടി അവിടെയൊന്ന് സ്പർശിച്ചു. അപ്പച്ചിക്ക് അനക്കമില്ല. അപ്പച്ചി ചിലപ്പോൾ അനങ്ങാതെ കിടക്കുമായിരിക്കും, അവൻ കരുതി. പിന്നെ അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അവൻ്റെ കരങ്ങൾ പല വികൃതികളും കാട്ടി. അപ്പോഴും അപ്പച്ചി അനക്കമില്ലാതെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കൈ പുറകോട്ടെടുത്തതും പെട്ടെന്ന് അപ്പച്ചി അവൻ്റെ കൈ പിടിച്ച് അവിടെ തന്നെ വെച്ചു. പിന്നെ അവിടെ നടന്നത് എന്തുവാണെന്ന് വിവരിക്കാൻ പറ്റില്ല.